ഡിയർ ഫ്രണ്ട്സ്, മോളിക്കുലർ സ്ട്രക്ചർ ഡിറ്റർമിനേഷന് അതുപോലെ തന്നെ ക്യാരക്ടറൈസേഷനും നമ്മൾ വിവിധ തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ലൈറ്റും മാറ്ററുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ എല്ലാ റീജിയൺസും നമ്മൾ പരിചയപ്പെട്ടിരുന്നാലേ നമുക്ക് ഓരോ തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പി മനസ്സിലാക്കാൻ കഴിയും. എന്താണ് EMS, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? വെലോസിറ്റി ഓഫ് ലൈറ്റ് നമുക്കറിയാം, ദറ്റ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് എല്ലാം ഇതേ വെലോസിറ്റിയാണുള്ളത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. C കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ വേവ് ലെങ്ത് ഫ്രീക്വൻസിയും അതിൻ്റെ പ്രോഡക്റ്റാണ് C എന്നുള്ളതുകൊണ്ട് ഓരോ റേഡിയേഷനും ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് ഫ്രീക്വൻസിയുടെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ, അതല്ലെങ്കിൽ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ. ഇപ്പം ഏതെങ്കിലും ഒരു കൃത്യമായ ക്രമത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റേഡിയേഷൻസിനെയും അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ EMS എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്പെക്ട്രം ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറാണ്. ലെഫ്റ്റ് സൈഡിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്രീക്വൻസി 10⁻24 ആണ് ഹയസ്റ്റ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു 2 യൂണിറ്റുകൾ 100ൻ്റെ ഡിഫറൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 10⁻22, 10⁻20 അങ്ങനെ 10⁻0 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്രീക്വൻസി റീജിയണും ഇത് ഹൈ ഫ്രീക്വൻസി റീജിയണും. സോ ഫ്രീക്വൻസി ഡിക്രീസസ് ഇൻ ദിസ് ഓർഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഹയസ്റ്റ് ഫ്രീക്വൻസി റീജിയൻ ഏതാണെന്ന്. ഹിയർ വി ക്യാൻ സി കോസ്മിക് റേസ്. ഫ്രീക്വൻസി ഹെഡ്സിലാണ് അല്ലെങ്കിൽ സൈക്കിൾസ് പെർ സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. കോസ്മിക് റേസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 10⁻24 റേഞ്ചിലാണ്, അവിടെയാണ് വരുന്നത്. ആക്ച്വലി 10⁻22, 10⁻23, 24 ഈ ഒരു 23 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ 10⁻24 ഹെഡ്സിൻ്റെ ഓർഡറിലാണ് കോസ്മിക് റേസിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. ദെൻ ഒരു 10⁻20ക്കും 23ക്കും ഇടയ്ക്ക് ഗാമ റേസ്, ദെൻ 18 to 20 എക്സ് റേസ്. ചെറിയ വേരിയേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്, എങ്കിലും ആ റേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ 10⁻16 to 18 അതിനിടയ്ക്ക് അല്ലെങ്കിൽ 15 തൊട്ടാണ് UV റേഡിയേഷൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ റീജിയൻ കാണിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ വിസിബിൾ റീജിയൻ. ഓക്കെ, ദെൻ IR റീജിയൻ, ഇൻഫ്രാറെഡ് റീജിയൻ 14 to 12. ദെൻ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് 12 to 10⁻12 to 10⁻8 ഇതിൽ വരുന്നു. ദെൻ കംസ് റേഡിയോ ഫ്രീക്വൻസി വേവ്സ്. റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കതിൻ്റെ വേവ് ലെങ്ത് നോക്കുമ്പോൾ ചൂടെ മനസ്സിലാവും. അപ്പോൾ റേഡിയോ വേവ്സിന് ഇവിടെ 2 രീതിയിലാണ് ഈ സ്പെക്ട്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്രീക്വൻസി റീജിയണും അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി റീജിയൻ. അല്ലെങ്കിൽ വേവ് ലെങ്ത് ആണ് റേഡിയോ വേവ്സിന് മാക്സിമം വേവ് ലെങ്ത് ആണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടെ നോക്കാം. വേവ് ലെങ്ത് ഇൻക്രീസസ് ഇൻ ദിസ് ഡയറക്ഷൻ, അതായത് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്ത ഡയറക്ഷനിൽ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ്. ലോവസ്റ്റ് വേവ് ലെങ്ത് 10⁻−16 ഓർഡറിലാണ് കോസ്മിക് റേസ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഗാമ റേസ്, അതൊരു 10⁻−12 to -15 വരെ വരും. ദെൻ 10⁻−9 to -12 എക്സ് റേസ്, ദെൻ UV റേസ്, പിന്നെ ഈ ചെറിയ പോർഷൻ വിസിബിൾ. ഇപ്പോൾ ഈ വലിയൊരു സ്പെക്ട്രത്തിൻ്റെ എത്രയോ ചെറിയൊരു പോർഷനാണ് നമ്മുടെ വിസിബിൾ റീജിയൺ എന്ന് നോക്കുക. അത് ഏതാണ്ട് 10⁻⁷ വരുന്നത്. ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁻15 ഓർഡറിലുമാണ് വരുന്നത്. ദെൻ വിസിബിൾ കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് റീജിയൻ, ദെൻ കംസ് മൈക്രോവേവ്. അപ്പം മൈക്രോവേവ് കഴിഞ്ഞാൽ വരുന്ന റേഡിയോ വേവ്സ് നോക്കിക്കഴിഞ്ഞാൽ 10⁻0 ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതായത് വേവ് ലെങ്ത് ഇൻ മീറ്റേഴ്സ് ആണ്. അത് 10⁻0 എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1. അപ്പം 1 മീറ്റർ തുടങ്ങി
ഏതാണ്ട് ഒരു 1 മീറ്റർ അടുപ്പിച്ച് അതിനേക്കാളും 1 മീറ്ററിനേക്കാളും കൂടുതൽ വരുന്ന വേവ് ലെങ്തുകളെല്ലാം റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ്. 1 മീറ്റർ തൊട്ട് ഒരു 1000 മീറ്റേഴ്സ്, ഇവിടെ വരുമ്പോൾ ഏതാണ്ട് ഒരു 10⁻³ വരെ വരും അല്ലേ. ഒരു 1000 വരെ വരുന്നത് റേഡിയോ വേവ്സിൻ്റെ തന്നെ ലോ വേവ് ലെങ്ത്. ഇതെന്ന് പറയുന്നത് ഹയസ്റ്റ് വേവ് ലെങ്ത്. അപ്പോൾ ലോങ് റേഡിയോ വേവ്സാണ് ഈ 1000-ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ അതൊരു 10⁸ അപ്പുറത്തേക്ക് നീളുന്നതാണ് വേവ് ലെങ്ത്. സോ ദിസ് ഈസ് ദ arrangement of all the radiations or the distribution of all the radiations according to their frequency order or wavelength order. So this is called electromagnetic spectrum. ഇനി നമ്മളിവിടെ ആ വിസിബിൾ പോർഷൻ നിങ്ങൾക്ക് വളരെ പരിചിതമായ വിബ്ജിയോറിനെ നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുകയാണ്. വിസിബിൾ പോർഷൻ, ആ വിസിബിൾ പോർഷനിൽ ഇവിടെ നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. വിസിബിളിന് ഇത് UV, അൾട്രാ മീൻസ് ഹയർ, ഇൻഫ്രാ മീൻസ് ലോവർ. ഏത് അടിസ്ഥാനത്തിലാണ്, ഫ്രീക്വൻസി ആണോ വേവ് ലെങ്ത് ആണോ അത് നമുക്ക് നോക്കണം. അൾട്രാ എന്നാൽ ഹയർ ആണ്, അപ്പോൾ ഹയർ ഫ്രീക്വൻസിയാണ്. വയലറ്റിനേക്കാളും ഹയർ ഫ്രീക്വൻസിയാണ് എന്ന് പറയുമ്പോൾ അൾട്രാ വയലറ്റിന് ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അൾട്രാ അല്ലെങ്കിൽ ഇൻഫ്രാ എന്നുള്ള യൂസേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അൾട്രാ വയലറ്റ് ഈസ് ഹാവിങ് ഹയർ ഫ്രീക്വൻസി ദാൻ വയലറ്റ് റീജിയൺ ഓഫ് വിസിബിൾ ലൈറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് ഈസ് ഹാവിങ് ലോവർ ഫ്രീക്വൻസി ദാൻ ദി റെഡ് റീജിയൺ ഓഫ് വിസിബിൾ പോർഷൻ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ വിസിബിൾ പോർഷൻ നോക്കുകയാണ്. നമുക്കറിയാവുന്ന വിബ്ജിയോറാണ് വയലറ്റ്. ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് നാനോമീറ്റേഴ്സിലാണ് നമ്മൾ വിസിബിളിൻ്റെ പറയുന്നത്. അതുപോലെ തന്നെ ആങ്സ്ട്രം യൂണിറ്റിലും പറയാം നമുക്ക്. എറൗണ്ട് 370 നാനോമീറ്റേഴ്സ് ടു 750 നാനോമീറ്റേഴ്സ് ആണ് വിസിബിൾ പോർഷൻ വരുന്നത്, വിബ്ജിയോർ വരുന്നത്. വയലറ്റിന് ഹൈ ഫ്രീക്വൻസിയാണ് ഉള്ളത്. അപ്പം വേവ് ലെങ്ത് 370, വേവ് ലെങ്ത് കൂടി വരുന്നതാണ് 750, ഹയർ വേവ് ലെങ്താണ് റെഡിന് വന്നിരിക്കുന്നത്, അത് ലോ ഫ്രീക്വൻസിയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ എല്ലാ റേഡിയേഷനും, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റേഡിയേഷനും മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഈ ഇൻട്രാക്ഷൻ്റെ സമയത്ത് മാറ്റർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എമിഷൻ സ്പെക്ട്രവുമുണ്ട്, അതുപോലെ തന്നെ അബ്സോർപ്ഷൻ സ്പെക്ട്രമുണ്ട്. ഈ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഓൾറെഡി അറ്റമിക് സ്പെക്ട്രമാണ്. എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അറ്റമിക് സ്റ്റേറ്റിലുള്ള മാറ്റർ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ആറ്റം എന്ന് എഴുതുകയാണെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്ത ഉടനെ ആറ്റം ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെരി അൺസ്റ്റേബിൾ സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിൽ അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. തിരിച്ച് ആ എനർജി hν എന്ന് പറഞ്ഞ എനർജി ലിബറേറ്റ് ചെയ്തിട്ട് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. അപ്പം ഇത് വളരെ ഫാസ്റ്റാണ്. അബ്സോർബ് ചെയ്ത് എമിറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട്, അബ്സോർബ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ അത് എമിറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അബ്സോർബ്ഡ് സ്പെക്ട്രം അല്ല കാണുന്നത്, നമുക്കവിടെ എമിഷൻ സ്പെക്ട്രമാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം ഒരു അറ്റോമിക് സ്പെക്ട്രം, അതൊരു എമിഷൻ സ്പെക്ട്രം ആണെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ഓൾറെഡി ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഇല്ല, എന്നിട്ട് എമിറ്റഡ് ലൈറ്റ് ബ്രൈറ്റ് ലൈൻസ് ആയിട്ടാണ് കാണുന്നത്. അത് ഓരോ സീരീസ് ആയിട്ട് നമ്മൾ കാണുന്നു. അതാണ് ലൈമൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫൺ സീരീസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. മോളിക്യൂളിന് ഇതുപോലെ മോളിക്യൂളിലെ ഓരോ ആറ്റത്തിനും, ഇപ്പം ഒരു ട്രയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അതിൻ്റെ ഓരോ ആറ്റത്തിനും ഇതുപോലെ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഉണ്ട്. സോ മോളിക്യൂൾസിൻ്റെ കേസിൽ വെൻ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ സാമ്പിൾ, വാട്ട് ഹാപ്പൻസ് ഈസ് ഓരോ മോളിക്യൂളിലെയും ആറ്റത്തിലെ ഇലക്ട്രോണിന് എക്സൈറ്റേഷൻ നടക്കും. അപ്പം ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ നടക്കും. അതുപോലെ തന്നെ ഈ മോളിക്യൂൾ ആസ് എ ഹോൾ ഒരു വൈബ്രേറ്ററി സ്റ്റേറ്റ് ഉണ്ട്. ഈ ബോണ്ടിൻ്റെ സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ വൈബ്രേഷണൽ ലെവലിലുള്ള ട്രാൻസിഷൻസ് നടക്കും. അതുപോലെ മോളിക്യൂൾ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ മോളിക്യൂളിന് പല റൊട്ടേഷണൽ ലെവൽസ് കാണും. ആ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ നമ്മൾ J ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ, അതുപോലെ തന്നെ വൈബ്രേഷണൽ ട്രാൻസിഷൻ, അതുപോലെ തന്നെ റൊട്ടേഷണൽ ട്രാൻസിഷൻ,
ഇതെല്ലാം ഒരുമിച്ച് നടക്കുകയാണ്. അത് തന്നെ ഓരോ മോളിക്യൂൾസിനും ഓരോ സ്റ്റേജിലായിരിക്കും. അപ്പം ഒരു സിംഗിൾ മോളിക്യൂളല്ല, ഒരു സാമ്പിളിലുള്ള എല്ലാ മോളിക്യൂൾസിലും ഇതുപോലെ പലതരം ട്രാൻസിഷൻസ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ ട്രാൻസിഷനും ഓരോ ലൈൻ കിട്ടും. അത് വളരെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും. അങ്ങനെ ലൈൻ സ്പെക്ട്രത്തിന് പകരം ഒരു ബാൻഡ്, ഡിഫറെൻറ്റ് ബാൻഡ്സ് ആയിട്ടായിരിക്കും നമുക്ക് മോളിക്കുലർ സ്പെക്ട്രം കിട്ടുന്നത്. അപ്പോൾ അതൊരു മോളിക്കുലർ സ്പെക്ട്രം ഈസ് എ ബാൻഡ് സ്പെക്ട്രം, വെറാസ് അറ്റോമിക് സ്പെക്ട്രം ഈസ് എ ലൈൻ സ്പെക്ട്രം. ആ ലൈന് നല്ല സ്പേസിങ് കാണും. ഇവിടെ ആണെങ്കിൽ ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഇതൊന്നുകൂടി മനസ്സിലാക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തൊരു ഷോർട്ട് വീഡിയോയുടെ ക്ലിപ്പിംഗ് ആണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. മോളിക്കുലർ ട്രാൻസിഷൻസിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ, അതുപോലെ തന്നെ വൈബ്രേഷണൽ ട്രാൻസിഷൻ, റൊട്ടേഷണൽ ട്രാൻസിഷൻ, അങ്ങനെ ഓരോ മോളിക്യൂളും ഓരോ എനർജി ലെവലിലായിരിക്കും. അങ്ങനെ പല മോളിക്യൂൾസിനും പലതരത്തിൽ ട്രാൻസിഷൻ വരുന്നതുകൊണ്ട് ഒരു ബാൻഡ് സ്പെക്ട്രം ആയിരിക്കും മോളിക്കുലർ സ്പെക്ട്രം. ഓക്കെ, അബ്സോർബ് ചെയ്ത് ബാക്കി വരുന്ന റേഡിയേഷനാണ്. അവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബ്രൈറ്റ് ലൈറ്റിൽ ഡാർക്ക് ലൈൻസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് ലൈൻസ് ആയിരിക്കും. സോ മോളിക്കുലർ സ്പെക്ട്രം ഈസ് എൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ഓർബിറ്റലിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നടക്കും. അതിന് വേണ്ടുന്ന എനർജി എന്ന് പറയുന്നത് യൂഷ്വലി ഹൈ എനർജി ആയിരിക്കും. അതുകൊണ്ട് അത് UV വിസിബിൾ റീജിയണിലായിരിക്കും വരുന്നത്. വൈബ്രേഷണൽ ലെവലിൽ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻസ് ആണ്, സ്ട്രെച്ചിങ് വൈബ്രേഷൻസ്, ബെൻഡിങ് വൈബ്രേഷൻസ്, ഇതൊക്കെ ഉണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം, ഇതിൻ്റെ വൈബ്രേഷണൽ മോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്, പല പല മോളിക്യൂൾസിനും എങ്ങനെയാണ് അതിൻ്റെ വൈബ്രേഷണൽ ലെവൽസ് വരുന്നതെന്ന്. അപ്പോൾ ആ വൈബ്രേഷണൽ ട്രാൻസിഷന് വരുന്നത് എപ്പോഴും IR റീജിയണിലായിരിക്കും, ഇൻഫ്രാറെഡ് റീജിയണിലായിരിക്കും. പിന്നെ റൊട്ടേഷനാണ്, മോളിക്കുലർ റൊട്ടേഷൻസ് ഉണ്ട്. ഈ മോളിക്യൂളിൻ്റെ റൊട്ടേഷന് ആവശ്യമായിട്ടുള്ള എനർജി അതിൻ്റെ റൊട്ടേഷണൽ ട്രാൻസിഷന്, ഒരു റൊട്ടേഷൻ ലെവലിൽ നിന്ന് മറ്റൊരു ഹയർ റൊട്ടേഷൻ ലെവലിലേക്ക് മോളിക്യൂളിനെ ചേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടുന്ന എനർജി മൈക്രോവേവ് റീജിയനിലാണ് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് എനർജി റൊട്ടേഷനാണ്, അതിനേക്കാളും കൂടുതൽ എനർജിയാണ് വൈബ്രേഷന് വേണ്ടുന്നത്, അതിലും കൂടുതലാണ് ഇലക്ട്രോണിക് ട്രാൻസിഷന് വരുന്നത്. അതുകൊണ്ട് ആ ഓർഡർ UV വിസിബിൾ ഒരുമിച്ച് വരും, പിന്നെ ഇൻഫ്രാറെഡ്, ദെൻ മൈക്രോവേവ്. പിന്നെ നമുക്ക് മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയും ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയും. ഇത് രണ്ടും ESRൻ്റേത് ഇലക്ട്രോൺ സ്പിൻ ചേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടുന്ന എനർജി ഈ മൈക്രോവേവ് റീജിയനിലാണ് വരുന്നത്. എന്നാൽ NMRൻ്റേത് കുറച്ചുകൂടെ എനർജി കുറവാണ്, അതായത് റേഡിയോ വേവ്സിലാണ് NMRൻ്റെ സിഗ്നൽസ് കിട്ടുന്നത്. ഇത് കൂടാതെ നമ്മൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, അബ്സോർപ്ഷൻ അല്ലാതെ ലൈറ്റ് സ്കാറ്ററിങ് സ്പെക്ട്രം ഉണ്ട്. അതാണ് നമ്മുടെ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് CV രാമൻ കണ്ടുപിടിച്ച സ്കാറ്ററിങ്. അത് രാമൻ സ്കാറ്ററിങ് എന്ന് പറയും. അപ്പോൾ ആ രാമൻ സ്കാറ്ററിങ്ങിൽ ആ മോളിക്യൂളിൻ്റെ പോളറൈസബിലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം ലൈറ്റ് സ്കാറ്ററിങ് ആണ്. അപ്പോൾ അവിടെ തന്നെ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിയും വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രോസ്കോപ്പിയും ഉണ്ട്. അപ്പോൾ വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇതുപോലെ വൈബ്രേഷണൽ ലെവലിലുണ്ടാകുന്ന ചേഞ്ച് ആയതുകൊണ്ട് അത് IR റീജിയനിലും, റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രോസ്കോപ്പി മൈക്രോവേവ് റീജിയനിലുമാണ് വരുന്നത്. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത കൂടാതെ ചില സ്പെക്ട്രോസ്കോപ്പി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതെല്ലാം എന്താണെന്ന് നോക്കാം. സോ UV വിസിബിൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ്റെയാണ്. ദെൻ IR എന്ന് പറയുന്നത് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയാണ്. ദെൻ മൈക്രോവേവിൽ വരുന്നതാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ദെൻ റേഡിയോ വേവ്സിലാണ് NMR സ്പെക്ട്രോസ്കോപ്പി വരുന്നത്. പിന്നെ മൈക്രോവേവിൽ തന്നെയാണ് ESR വരുന്നത്. പിന്നെ നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്, അത് എക്സ്റേസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റലോഗ്രാഫിക് സ്റ്റഡീസ്, അലോയ്സ്, മെറ്റൽസിൻ്റെ, അലോയ്സിൻ്റെ, അതുപോലെ തന്നെ മോളിക്കുലർ ക്രിസ്റ്റൽസിൻ്റെ ഒക്കെ സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ ഉപയോഗിക്കുന്നതാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ്. പിന്നെ ഗാമാ റേ ഉപയോഗിക്കുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മോസ് ബാർ സ്പെക്ട്രോസ്കോപ്പി. പിന്നെ കോസ്മിക് റേസിൻ്റെ സ്പെക്ട്രോസ്കോപ്പിയും ഉണ്ട്. ഈ കോസ്മിക് റേസിൻ്റെ ഒറിജിൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ കോസ്മിക് റേസിൻ്റെ എനർജി അറൈവൽ, എവിടെ നിന്നാണ് കോസ്മിക് റേസ് ഉത്ഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലും അതുപോലെ തന്നെ
ആൾട്ടിറ്റ്യൂഡ് ബലൂൺസിലുമൊക്കെ ഉപയോഗിക്കുന്ന ഈ കോസ്മിക് റേ സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് ഉണ്ട്. സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡിക്ക് വിധേയമാക്കുമ്പോഴേക്ക് ഈ കോസ്മിക് റേസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഇതുകൂടാതെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമ്മുടെ റേഡിയോ ട്രാൻസ്മിഷൻ, അതുപോലെ ടെലിവിഷൻ ട്രാൻസ്മിഷൻ, ഇതിനെല്ലാം റേഡിയോ വേവ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സെൽഫോണിൽ ഈ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസാണ് അതിലും യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഏതാണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു 10⁻24 ഹെഡ്സിൽ തുടങ്ങി ഒരു 10⁻0 ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിൽ 10⁻15 റേഞ്ച് വരുന്ന വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് മനുഷ്യർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. മറ്റെല്ലാ റേഡിയേഷൻസും അതിൻ്റെ ഇഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ മനുഷ്യനിർമ്മിതമായ ഇൻസ്ട്രുമെൻസിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ കാണുന്നത് എത്ര, കാണാത്തത് എത്ര, ഇനിയും അറിയാനുള്ളത് എന്തെല്ലാം, ആ ഒരു മെസ്സേജാണ് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. താങ്ക് യു.